നാഷണൽ ഹൈവേയുടെ കരാറെടുത്തിട്ടുള്ള വിശ്വസമുദ്ര എന്ന കമ്പനി കരാറിലെടുത്ത ടിപ്പർ വാഹനങ്ങളിൽ ഡീസൽ മോഷണം നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. നാഷണൽ ഹൈവേയുടെ കരാറെടുത്തിട്ടുള്ള വിശ്വസമുദ്ര കമ്പനി കരാറിലെടുത്ത ടിപ്പർ വാഹനങ്ങളിൽ നിന്നും മറ്റു ഡീസൽ മോഷണം നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് ISHO മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് കമ്പനി കരാറിലെടുത്ത നിരവധി വണ്ടികളിൽ നിന്നും മാസങ്ങളായി ഡീസൽ മോഷണം നടക്കുന്നതായി തെളിഞ്ഞത്. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ കരാറിലെടുത്ത വണ്ടികൾ ഓടിക്കുന്ന ആളുകളാണെന്ന് കണ്ടെത്തുകയും പോലീസ് രഹസ്യമായി ഇവർ താമസിച്ചിരുന്ന വാടക വീട് പരിശോധിച്ചപ്പോൾ ആ റൂമിന്റെ മേൽക്കൂര വഴി ഒരു പൈപ്പ് പുറത്തേക്ക് കാണപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ പോലീസ് ഇവിടെ ജോലിക്ക് നിന്നവർ അവിടെ വരുന്നതുവരെ മാറി നിന്ന് നിരീക്ഷിച്ച ശേഷം ആ വീട്ടിലേക്ക് ഇതറിയാതെ വന്ന പ്രതിയെ പോലീസ് പിടികൂടുകയും തുടർന്ന് പ്രതിയെ കൊണ്ട് റൂം തുറന്നു നോക്കിയപ്പോൾ നിരവധി കന്നാസുകളും വീപ്പയും പൈപ്പ് കണക്ട് ചെയ്ത മോട്ടറും കണ്ടെത്തി. പ്രതിയോട് ചോദിച്ചപ്പോൾ ഡീസൽ മോഷ്ടിക്കാനുള്ള വണ്ടി ഇവിടെ കൊണ്ടുവരികയും മുറിയിൽ നിന്നുള്ള പൈപ്പ് മോട്ടറിൽ കണക്ട് ചെയ്തതിനു ശേഷം പൈപ്പ് ഡീസൽ ടാങ്കിൽ ഇറക്കിയ ശേഷം റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വീപ്പയ്ക്കുള്ളിലേക്ക് ഡീസൽ നിറയ്ക്കുകയും അതിനുശേഷം കന്നാസിലാക്കുകയും ചെയ്യുകയാണ് പതിവ്. പോലീസ് വീടിന് സമീപം കിടന്ന പിക്കപ്പ് വാഹനം പരിശോധിച്ചപ്പോൾ 23 കന്നാസുകളിലായി 805 ലിറ്റർ ഡീസൽ കണ്ടെടുത്തു. ഇത് ഇവർ വിൽക്കാനായി വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകാനിരുന്ന ഡീസലാണെന്നും ഈ കേസിൽ ഇത് ആസൂത്രണം ചെയ്തതും ഡീസൽ ചോർത്തുന്ന മുഖ്യപ്രതിയായ തമിഴ്നാട് അടുക്കള വീട്ടിൽ രഞ്ജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ISHO മുഹമ്മദ് ഷാഫി, SI-മാരായ ഷൈജ, ജോബിൻ, SCPO സനീഷ്, CPO-മാരായ അനീഷ്, വൈശാഖ്, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.